പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചലനങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും തുടരുകയാണ്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീമൻ രഞ്ജിത്ത് രാജിവെച്ചു. AMMA എന്ന് പറഞ്ഞ മലയാള സിനിമയിലെ നെടുന്തൂണായിട്ടുള്ള ആ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹിയായിട്ടുള്ള സിദ്ദിഖ് രാജിവെച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട MLA-മാരിൽ കൊല്ലം MLA ആയിട്ടുള്ള മുകേഷിനെതിരായിട്ട് ആരോപണം വന്നിരിക്കുന്നു. ഇരകളായിട്ടുള്ള ഒട്ടേറെ വനിതകൾ സധൈര്യം ശക്തിയോടുകൂടി അവർ രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ സിനിമാ രംഗത്ത് വലിയ തോതിലുള്ള റിവർബറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ വേണ്ട പോലെ ചർച്ച ചെയ്യപ്പെടാത്തൊരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അത് യഥാർത്ഥത്തിൽ വിഷയം എന്നുള്ളതിലുപരി അതൊരു വ്യക്തിയെക്കുറിച്ചിട്ടാണ്. ഒരു വ്യക്തി എന്നല്ല, അതൊരു സിനിമാ സംവിധായകനെ കുറിച്ചിട്ടാണ്. ആ സിനിമാ സംവിധായകനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, ആ സിനിമാ സംവിധായകനെ ഈ സിനിമയിലെ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ മാഫിയ സംഘം, അതിനകത്ത് മമ്മൂട്ടിയുണ്ട്, അതിനകത്ത് മോഹൻലാലുണ്ട്, സിബി മലയിൽ, ബി ഉണ്ണികൃഷ്ണൻ, അന്തരിച്ച ഇന്നസെൻ്റ്, അങ്ങനെ ഒരുപാട് പേര്, 10-15 പേര് അതിനകത്തുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്ന് നശിപ്പിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു സംവിധായകനെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ആ സംവിധായകൻ്റെ പേര് വിനയൻ എന്നാണ്. ആ സംവിധായകനെ നശിപ്പിച്ച് ഇവരെ ഇല്ലാതാക്കാൻ നോക്കിയെങ്കിലും ആ സംവിധായകൻ മറ്റുള്ളവരെ പോലെ ചാഞ്ഞിരുന്നില്ല. അയാൾ പതുങ്ങിയിരുന്നിട്ട് ഈ പുലിയെപ്പോലെ ചാടിയതാണ് നമ്മൾ പിന്നീട് കണ്ടത്. അദ്ദേഹം കോമ്പറ്റീഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥാപനത്തിൽ പോയി മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ് ഇവരൊക്കെ ഉൾപ്പെടെയുള്ളവരെ എതിർകക്ഷികളാക്കി അദ്ദേഹം കൊടുത്ത കേസിൽ ഇവർ മത്സരം തടയുന്നതിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചുവെന്നും ഇവർ വിനയനെയും തിലകനെയും ഒക്കെ തന്നെ, തിലകൻ എന്ന് പറഞ്ഞ നടനെ ഒക്കെ തന്നെ സിനിമാ രംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അത് തെളിയിക്കപ്പെടുകയും ആ വിഷയം വിനയൻ അനുകൂലമായി തെളിയിക്കപ്പെടുകയും ഈ പറഞ്ഞ പോലെ ഇന്നസെൻ്റ്, ഇടവേള ബാബു, ബി ഉണ്ണികൃഷ്ണൻ, സിബി മലയിൽ, കെ മോഹനൻ എന്നൊക്കെ അവർ പിഴയടയ്ക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് വിശദമായി ഞാൻ പിന്നീട് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഈ വിനയൻ എന്ന് പറഞ്ഞ സംവിധായകൻ നടത്തിയിട്ടുള്ള പ്രൗഢോജ്വലമായിട്ടുള്ള ആരെയും ഈ പറഞ്ഞ പോലെ ത്രസിപ്പിക്കുന്ന, കോൾമയിർ കൊള്ളിക്കുന്ന ഒരു വലിയ സമര പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തെക്കുറിച്ച് ഞാൻ വിനയനുമായി ദീർഘമായി സംസാരിക്കുകയുണ്ടായി. അത് 2 ലക്കങ്ങളായി ഞാൻ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സുഹൃത്തുക്കളെ, അത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് വിനയൻ എന്ന് പറഞ്ഞ ഈ സംവിധായകൻ ആരായിരുന്നു എന്ന് നമ്മളത് മനസ്സിലാക്കണം. നമുക്ക് വിനയനെ എല്ലാവർക്കും, നമുക്ക് സംവിധാനം എന്നുള്ളതിൽ വിനയനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വിനയൻ്റെ മലയാള സിനിമാ രംഗത്തേക്കുള്ള സംഭാവന എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അയാളെ മൂലക്കിരുത്താൻ നടത്തിയത് ഏറ്റവും നീചവും നികൃഷ്ടവുമായിട്ടുള്ള ശ്രമമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എന്താണ് വിനയൻ്റെ കോൺട്രിബ്യൂഷൻ, അത് ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ആമുഖമായി ഒന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും ഞാനും നടത്തിയിട്ടുള്ള ആ ഫോൺ സംഭാഷണത്തിലേക്ക് നമുക്ക് പോകാം എന്നാണ്. സുഹൃത്തുക്കളെ, ഏതാണ്ട് 40ഓളം സിനിമകൾ സംവിധാനം ചെയ്ത ആളാണ് വിനയൻ. അതിൽ 35 സിനിമകൾ മലയാളത്തിലും 4 തമിഴിലും 1 തെലുങ്കിലും അദ്ദേഹം 40 സിനിമകൾ സംവിധാനം ചെയ്തു. 5 സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു. എന്നാൽ സിനിമാ നിർമ്മാണത്തിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം തെളിയിച്ചത്. അദ്ദേഹം ഏതാണ്ട് 20ഓളം ചിത്രങ്ങളുടെ കഥ എഴുതി, തിരക്കഥ എഴുതി, സംഭാഷണം എഴുതി എന്ന് മാത്രമല്ല ശ്രീമൻ വിനയൻ 5 സിനിമകൾക്ക് പാട്ടെഴുതുകയും ചെയ്തു. അപ്പോൾ ഏതാണ്ടൊരു ഈ പറഞ്ഞ പോലെ ഒരു അറിയപ്പെടാത്ത ബാലചന്ദ്ര മേനോൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച ഒരു വ്യക്തി. സംവിധാനം, നിർമ്മാണം, പിന്നെ കഥ, തിരക്കഥ, സംഭാഷണം, ഗാനരചന, ഇതിലൊക്കെ തന്നെ. ഇനി അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറയുന്ന ഹിറ്റ് സിനിമ, ആകാശഗംഗ എന്ന് പറഞ്ഞ സിനിമ, കരിമാടിക്കുട്ടൻ, ദാദാ സാഹിബ്, അത്ഭുത ദ്വീപ് എന്ന് പറയുന്നൊരു സിനിമ, എന്നുവെച്ചാൽ കുറിയവരെ വെച്ചുകൊണ്ട് 10-30ഓളം കുറിയവരെ വെച്ച് കൊണ്ട് ചെയ്ത ഒരു സിനിമ അത്ഭുത ദ്വീപ്, വെള്ളി നക്ഷത്രം, ഊമപ്പെണ്ണിന് ഉരിയാടാച്ചക്കൻ പയ്യൻ എന്ന് പറഞ്ഞ സിനിമ, കല്യാണ സൗഗന്ധികം, ശിബായി ലഹള എന്നൊക്കെ പറയുന്ന ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകൻ.
ഒട്ടേറെ അവാർഡുകൾ എന്നുവെച്ചാൽ സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും ഒന്നുമല്ല, ഫിലിം ക്രിട്ടിക്സ് അവാർഡ് പോലുള്ള ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം എത്രയോ നടന്മാരെ അദ്ദേഹം കൊണ്ടുവന്നു. ഈ പറഞ്ഞ പോലെ ഇന്ദ്രജിത്ത്, അനൂപ് മേനോൻ, ജയസൂര്യ ഇതുപോലുള്ള നടന്മാരെ സിനിമയിലേക്ക് കൊണ്ടുവന്നു. സുദീപ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുകാരനെ കൊണ്ടുവന്നു. ആ നിലയിലുള്ള കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ അദ്ദേഹം നടത്തി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ, ഏറ്റവും അവസാനത്തെ സിനിമ 19-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഒരു പുതുമുഖ നടനെ നായകനാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം 19-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. അതിനെയൊക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ ഉപരോധിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഈ മമ്മൂട്ടി, മോഹൻലാൽ അടങ്ങുന്ന മാഫിയകൾ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ എണ്ണം പറഞ്ഞ സംവിധായകരിൽ ഒരാളായിരുന്നു വിനയൻ. ആ വിനയനെയാണ് ഈ പറഞ്ഞ മാഫിയ സംഘം ഒറ്റപ്പെടുത്താനും ഇല്ലാതാക്കാനും ശ്രമിച്ചത്. ആ നടത്തിയ ശ്രമങ്ങൾക്കെതിരായിട്ട് സംവിധായകനായിട്ടുള്ള വിനയൻ നടത്തിയിട്ടുള്ള പ്രൗഢോജ്വലമായിട്ടുള്ള സമര പോരാട്ടത്തിൻ്റെ 2 ലക്കങ്ങളായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിലൊന്നാം ഭാഗം ആണ്. ഒന്നാം ഭാഗത്ത് അദ്ദേഹവുമായി ഞാൻ നടത്തിയ വിശദമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ എൻ്റെ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. സംവിധായകൻ ശ്രീ വിനയൻ അല്ലേ? അതെ അതെ. ഇതെന്റെ പേര് അഡ്വക്കേറ്റ് ഷാജഹാൻ. നമസ്കാരം. നമസ്കാരം. ഞാൻ വിളിച്ചത് ഇപ്പോൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നല്ലോ. അപ്പൊ അത് ഞാൻ വിശദമായി വായിച്ചു നോക്കിയപ്പോ അതിനകത്തൊരു ഭാഗത്ത് ഈ കോമ്പറ്റീഷൻ കമ്മീഷനിൽ നടന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം വിശദമായി പറയുന്നുണ്ട്. അതൊരു 3-4 പേജിൽ പറയുന്നുണ്ട്. ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല, എന്നോട് പറഞ്ഞിങ്ങനെ. അതെ. അപ്പൊ അതിനെ തുടർന്ന് ഈ കോമ്പറ്റീഷൻ കമ്മീഷന്റെ റിപ്പോർട്ട്, അവരുടെ വിധി ഫുള്ളായിട്ട് ഞാൻ വായിച്ചു. അപ്പം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വായിച്ചപ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇത്രയേറെ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ക്ലൗട്ടും സ്വാധീനവും ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമൊക്കെ ഉള്ള സിനിമാ മേഖലയിൽ ആ സിനിമാ മേഖലയെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്ന അന്ന് കേസ് കൊടുക്കുമ്പോൾ നിയന്ത്രിച്ച് നിർത്തിയിരുന്ന 3 പേർ, അതായത് മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ഈ 3 പേർക്കെതിരെ ഉൾപ്പെടെയാണ് അങ്ങ് ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കേസുമായി ഇറങ്ങിയത് എന്നുള്ളത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അപ്പം അതിന്റെ എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത്? കാരണം ഒരാളും അങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കാത്ത ഒരു വിഷയത്തിൽ ഈ 3 പേർക്കെതിരെ ഒരു സംവിധായകൻ ഇങ്ങനെ ഇറങ്ങി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അതിന്റെ ഒരു പശ്ചാത്തലം? എങ്ങനെയാണ് അങ്ങേക്ക് അതിന്റെ ഒരു ധൈര്യം കിട്ടിയത്? അത് സത്യം പറഞ്ഞാൽ അത് സിനിമയിലെ ഒരു രാഷ്ട്രീയമായ നീക്കമായിരുന്നു എന്ന് തന്നെ ഞാൻ പറയാം, അല്ലാതെ മറ്റൊന്നുമല്ല. കാരണം എന്റെ സുഹൃത്തുക്കളായിരുന്നു 3 പേരും. പ്രത്യേകിച്ച് മമ്മൂക്കയെ വെച്ച് ഞാൻ 2 പടം, ദാദാ സാഹിബും രാക്ഷസ രാജാവും 2 പടം ചെയ്ത് 2 മമ്മൂക്കയ്ക്ക് പേരുണ്ടായി, ഹിറ്റുമായിരുന്നു ആ പടങ്ങള്. ദിലീപിനെ കല്യാണ സൗഗന്ധികം എന്നുള്ള ചിത്രം 1996 തൊട്ട് 10ഓളം ചിത്രങ്ങൾ ദിലീപിനെ വെച്ച് ചെയ്തു. വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഊമപ്പെണ്ണിനൊരു എടപ്പയ്യൻ എന്ന് പറയുന്ന ഒരു ചിത്രം വരെ. ആ ചിത്രത്തില് അന്ന് റൈറ്റർ ആയിരുന്ന കല്ലൂർ ഡെന്നിസിനെ മാറ്റി വേറൊരു ആളെ വെക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാനൊരു ചില കാര്യങ്ങളിലൊക്കെ ഒരു ക്യാപ്റ്റൻ ഡയറക്ടറാണ്, അത് നീ അല്ല പറയേണ്ടതെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെറിയൊരു കണക്കുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹത്തെ മാറ്റി ജയസൂര്യ എന്ന് പറയുന്ന നടൻ എന്റെ ഒരു ഉദയം ഉണ്ടാകുന്നത് ആ സിനിമയിൽ കൂടാണ്. അപ്പൊ അതുപോലെ മോഹൻലാലുമായിട്ട് പക്ഷെ ബിഗിനിങ്ങിൽ ഞങ്ങൾക്ക് ഞാൻ ഈ മോഹൻലാലിനെ കണക്കൊരാള് ഒരു ഗ്രൂപ്പ് വെച്ചിട്ട്, ഗ്രൂപ്പ് എന്നല്ല, അദ്ദേഹത്തെ കണക്കിരിക്കുന്ന ഒരാളെ വെച്ചിട്ടാണ് ആദ്യത്തെ എന്റെ സൂപ്പർ സ്റ്റാർ എന്നുള്ള പടം പറഞ്ഞത്. അപ്പൊ അത് ഈ ഫാൻസുകാരെ കൂടെ അദ്ദേഹത്തെ എതിർക്കാനാണ് ആ സബ്ജക്ട്. അതിപ്പോ ഈ ഫഹദ് ഫാസിൽ അടുത്ത കാലത്ത് ചെയ്ത അയാൾ 90-ലായിരുന്നു, അയാൾ ഞാനല്ല എന്ന് പറഞ്ഞൊരു കഥ, അത് എന്റെ സബ്ജക്റ്റാണ്. കാരണം അത് നല്ലൊരു ത്രെഡാണ് അത്. കാരണം ഒരു സൂപ്പർ സ്റ്റാറിന്റെ മുഖമുള്ള ഒരു ബാർബർക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥയാണ്. പിന്നെ കണ്ടാൽ എല്ലാരും ഒറിജിനൽ സൂപ്പർ സ്റ്റാറിനെ കണക്കിരിക്കുന്നു. അപ്പൊ അവനെ എല്ലാരും, പക്ഷെ അവന്റെ ഗതി ഒരു കട്ടിങ്, ഒരു ഷേവിങ്ങും, വീട് പട്ടിണി, അങ്ങനെ ഒരു തമാശക്കഥയായിരുന്നു അത്. പറഞ്ഞ മനസ്സിലായി. പക്ഷെ അത് ഞാൻ ലാലിനെതിരെ തോപ്പിക്കാനായിട്ട് ഞാൻ ഒരു നടൻ, അന്ന് ലാല് കത്ത് നിൽക്കുന്ന സമയത്ത് ലാലിന്റെ സ്റ്റാർഡം മാറ്റി അന്ന് ഞാൻ കൊണ്ടുവന്ന ശശികുമാർ എന്ന് പറഞ്ഞ കാവാലത്തുകാരൻ ഒരു പയ്യന് ആ സ്റ്റാർഡം മേടിച്ചു കൊടുക്കാനെന്നും പറഞ്ഞ് ഈ ഫാൻസുകാരൊക്കെ കൂടി അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു, പിന്നെ ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള തിരുവനന്തപുരത്തുള്ളവരെ കക്ഷികളൊക്കെ കൂടെ എന്തോ പറഞ്ഞ് ചെറിയ, അത് കഴിഞ്ഞിട്ട് അതൊക്കെ മാറി. മറ്റവരുടെ 2 പേർക്കെതിരെ അങ്ങനൊന്നുമില്ലായിരുന്നു, അവരെ നല്ലപോലെ ഇല്ലായിരുന്നു. അല്ല, ഞങ്ങളിത് മാറി ഞങ്ങളൊരു പടം ചെയ്യാനായിട്ട് ഞാൻ പൊള്ളാച്ചിയിൽ ഒരു തമിഴ് പടം ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ തമ്മിലൊരു ധാരണയൊക്കെ ആയി. അത് വീണ്ടും പൊളിഞ്ഞു പോയത് അത് ഞാൻ പറയാം. അത് ഈ കേസിനകത്ത് പറയുന്നുണ്ട്. 2004
എഗ്രിമെന്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഇഷ്യൂ. എന്നോട് ഇവർക്കൊരു ഇഷ്ടക്കേട് ഈ താരങ്ങൾക്കൊക്കെ തോന്നാൻ കാര്യം അതും ഒരു സിനിമയിലെ ഒരു പൊളിറ്റിക്കൽ തിങ് ആയിരുന്നു. അതായത് അത് അതിന്റെ സത്യസന്ധമായ കാര്യം പറഞ്ഞ 2004 ആ സമയത്ത് എഗ്രിമെന്റ് ഇല്ലായിരുന്നു താരങ്ങൾക്കെന്നല്ല ആർക്കും ഇല്ലായിരുന്നു എഗ്രിമെന്റ്. അതായത് ഇപ്പോൾ താങ്കൾ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ മമ്മൂക്കയെ പോയി കണ്ടിട്ട് അദ്ദേഹത്തിന് ഒരു അഡ്വാൻസ് കൊടുക്കുന്നു, വേറൊരാൾ അഡ്വാൻസ് കൊടുക്കുന്നു. ഇങ്ങനെ ഈ അഡ്വാൻസ് ഒക്കെ അതിനകത്ത് പുള്ളിക്ക് ഇഷ്ടമുള്ള ഡേറ്റുകൾ വരുന്നതനുസരിച്ച് കൊടുക്കും. കൃത്യമായിട്ട് അവർ പറയുന്നത് ഒരു എഗ്രിമെന്റ് ഇല്ലെങ്കിലും ഞങ്ങളെല്ലാം കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോയിരുന്നു. പക്ഷെ എഗ്രിമെന്റ് ഇല്ലായിരുന്നു. അപ്പം പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു, അന്ന് സിയാദ് കോക്കർ ആയിരുന്നു ഫിലിം ചേംബർ പ്രസിഡന്റ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു എഗ്രിമെന്റ് വേണം, കൊടുക്കുന്ന പൈസക്ക് ഒരു അഡ്വാൻസ് ഇത്ര, ഡേറ്റ് ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ, മൊത്തം തുക ഇത്ര. അത് വളരെ ജെനുവിൻ ആണെന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. കാരണം നമ്മൾ പ്രൊഡ്യൂസറും നടന്മാരും തമ്മിലോ അങ്ങനെയാണോ? പ്രൊഡ്യൂസറും നടന്മാരും തമ്മിൽ, പ്രൊഡ്യൂസറും ടെക്നീഷ്യന്മാരും തമ്മിൽ. നടന്മാരുടെയാണ് പ്രധാനമായിട്ടും വന്നത്. കാരണം നടന്മാർക്ക് അഡ്വാൻസ് കൊടുക്കുമ്പോൾ അവരുടെ മൊത്തം തുക ഇത്ര കോടിയോ ലക്ഷമോ ആണെന്നും അത് ഇന്ന സമയങ്ങളിൽ തിരിക്കുന്നു, അത് ഇന്ന സമയത്താണ് ഡേറ്റ് എന്നും. അപ്പൊ അവരന്ന് പറഞ്ഞത് ഇപ്പൊ ഒരാൾ കൊണ്ടൊരു 25 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു, അയാൾക്കൊരു ഡേറ്റ് കൊടുത്തു ജൂലൈ മാസം തൊട്ട്. വേറൊരാൾ കൊണ്ടുവന്നത് ആ 75 ലക്ഷം രൂപ കൊടുത്താൽ ആ ഡേറ്റ് തട്ടിയിട്ട് ഈ ഡേറ്റിനോട്ട് കൊടുക്കും. അങ്ങനെ വന്നപ്പോ ഇവര് ഇങ്ങനൊരു അപ്പം താര സംഘടനയും സൂപ്പർ താരങ്ങളും അതിനെ എതിർത്തു. വളരെ സത്യസന്ധമായ ഒരു ചരിത്രമാണ് ഞാൻ താങ്കളുടെ അടുത്ത് പറഞ്ഞത്. ഒരിടത്തും പറയാത്ത കാര്യമായിരുന്നു. അപ്പോ എതിർത്തപ്പോ ഇവര് ശക്തമായിട്ട് അതല്ല, അങ്ങനെ വേണം എന്ന് വളരെ ശക്തമായിട്ട് നിൽക്കുകയും, അന്ന് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞാനന്ന് അസോസിയേഷന്റെ നേതൃത്വത്തിലൊന്നും ഉള്ള ആളല്ല. ഞാൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ ജെനുവിൻ നിലപാടെടുക്കുന്ന രീതിയിൽ ഞാൻ എവിടെ പറഞ്ഞു ഈ പിന്നെ എഗ്രിമെന്റ് വരുന്നതിൽ എന്താ കുഴപ്പം, ഒരു സത്യസന്ധമായ രേഖയല്ലേ, പറഞ്ഞു മനസ്സിലായോ? അതിന് അച്ചടക്കം ഉണ്ടാക്കിയുള്ളൂ എന്ന് രീതിയിൽ ഞാൻ സംസാരിച്ചു. അപ്പൊ അത് വെച്ചിട്ട് തന്നെ ഈ പ്രൊഡ്യൂസേഴ്സ് എനിക്കൊന്നും അന്ന് ഞാന് നമ്മുടെ തമിഴിൽ 1-2 പടങ്ങളിന്റെ ഈ വാസന്തി ലക്ഷ്മിയുടെ കാശി എന്ന് പറഞ്ഞ തമിഴ് വെർഷൻ അന്ന് വിക്രമിന്റെ സ്റ്റാർഡ ഉണ്ടാക്കി കൊടുത്ത ഒരു ചിത്രമാണ്. വിക്രം വരുന്ന സമയമാണ്, വിക്രമിന്റെ 2ാമത്തെ പടം അത്. ആ ചിത്രം അവിടെ സൂപ്പർ ഹിറ്റ് ആയി. എനിക്ക് കുറെ തമിഴ് പടങ്ങൾ വന്നിരിക്കുന്ന സമയമായിരുന്നു അത്. ആ സമയത്ത് എനിക്ക് ഇവിടുത്തെ പിന്നെ ദൈനംദിന കാര്യങ്ങൾ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിലുള്ള ഒരു ദിവസം ഈ സിയാദ് കോക്കറെ നമ്മുടെ സാഗ അപ്പച്ചൻ, അതായത് അദ്ദേഹം ഫിലിം ചേംബറിന്റെ സെക്രട്ടറി ഒക്കെ ആയിരുന്ന വലിയൊരാളാണ് അദ്ദേഹം. ഈ പറയുന്ന പിന്നെ നമ്മുടെ ലിബർട്ടി ബഷീറില്ല, അദ്ദേഹം ഇതിനകത്തല്ല, ലിബർട്ടി ബഷീറല്ല. പിന്നെ നമ്മുടെ സാജൻ, നമ്മുടെ പെരുമ്പാവൂർ സാജൻ, അതായത് ആന്റണി പെരുമ്പാവൂരൊക്കെ ആദ്യം ജോലി ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറുണ്ട്, പെരുമ്പാവൂർ സാജൻ. അങ്ങനെ ഒരു 3-4 പേര്, എല്ലാവരുടെയും ഞാൻ ഓർക്കുന്നില്ല. എവർഷൈൻ മണി ഉണ്ടായിരുന്നു, എനിക്ക് ഡൗട്ടുണ്ട്, അദ്ദേഹം ഉണ്ടായിരുന്നു. 4-5 പേര് വരുന്നു. കൂടെ നമ്മുടെ ആന്റോ ജോസഫാണ് അവരെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ. കാരണം ആന്റോ ജോസഫ് അന്ന് എന്റെ ചിത്രങ്ങളിൽ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വെള്ളി നക്ഷത്രം അങ്ങനെയൊക്കെയുള്ള ചിത്രം വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പം ഞാൻ അവരെ വിളിച്ചിരുത്തി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, വിനയന്റെ അഭിപ്രായം കേട്ടു, വളരെ ജെനുവിനാണ് നമ്മുടെ ഈ പറയുന്ന എഗ്രിമെന്റ് വേണമെന്നുള്ളത്. ഫിലിം ചേംബറും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതിനുവേണ്ടി ശക്തമായിട്ട് നിൽക്കുകയാണ്. അത് ഞാൻ പറഞ്ഞ നല്ല കാര്യം, എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, അതിപ്പോ സംഭവം വളരെ രൂക്ഷമായി. അമ്മ സംഘടന അതിനെ മൊത്തം എതിർത്തുകൊണ്ട് അവര് ഒരു സ്ട്രൈക്കിലോട്ട് പോകുന്ന മാതിരി ഷൂട്ടിംഗ് കംപ്ലീറ്റ് നിർത്തിവെച്ച് അമേരിക്കയ്ക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് എല്ലാരും കൂടെ അങ്ങ് പോവുകയാണ്. അപ്പൊ ഷൂട്ടിംഗ് ഇവിടെ അതൊരു ഒരുമാതിരി ഒരു സ്ട്രൈക്ക് തന്നെയാണ്. ഇൻഡസ്ട്രി സ്തംഭിക്കും. എന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് സ്ട്രൈക്ക് അല്ലതാണ്, കാരണം ഞങ്ങൾക്ക് ഷോ കിട്ടി അമേരിക്ക. പക്ഷെ ഞങ്ങളത് സമ്മതിക്കത്തില്ല, ഞങ്ങളത് ആ പോക്ക് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് വിനയൻ ഇങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ വിനയൻ നമ്മളെ സഹായിക്കണമെന്ന് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? സിയാദ് കോക്കറും ഗ്രൂപ്പും ഒക്കെ. ഈ സിയാദ് വളരെ രസകരമായ കാര്യം, ഇത് 2000 2008 എന്നെ വിലക്കുന്നതിന് ഏറ്റവും മുന്നേ ചെയ്യുന്നതും ഈ ഗ്രൂപ്പിൽ പലരുമാണ്. അത് മറ്റേ ജോസ് തോമസ് പറഞ്ഞവരുടെ കാര്യം പറഞ്ഞല്ലോ. അത്രയുള്ളൂ. അപ്പൊ എന്നിട്ട് പിന്നെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും, കാരണം വിനയൻ പറഞ്ഞത് എന്നോടൊക്കെ യോജിക്കുന്നതാണ്. പൃഥ്വിരാജ്
ഒരു അഭിപ്രായം. കാരണം അന്ന് ഈ പറയുന്ന വെള്ളി നക്ഷത്രം, സത്യം, അത്ഭുത ദീപം ഇങ്ങനെയൊക്കെയുള്ള ചിത്രത്തിൽ ഞാനും പൃഥ്വിരാജുമായിട്ട് ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. മാത്രമല്ല വളരെ ജെനുവിനായിട്ട് പലപ്പോഴും അഭിപ്രായം പറയുന്ന ഒരാളാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജ് അന്ന് പറഞ്ഞു ഇങ്ങനെ എഗ്രിമെന്റ് ഇടുന്നതിന് എന്താ കുഴപ്പം എന്ന് പുള്ളി പറഞ്ഞ സത്യമാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങള് ഈ പൃഥ്വിരാജുമായിട്ട് ചേർന്ന് വിനയൻ ഉദ്ദേശിച്ച ഒരു പടം നടക്കും, അല്ലെങ്കിൽ വേറെ ആർക്കും അതിനുള്ള ഒരു തന്റെ ഇടമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ സത്യത്തിൽ ഇവരൊന്ന് പൊക്കി എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഈ ഹനുമാൻ എഫക്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നി മലയാള സിനിമയിലെ ഞാനൊക്കെ വരുന്നതിന് മുമ്പ് എത്രയോ വന്ന ഈ വലിയ കക്ഷികൾ എന്റെ റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങൾ ഞങ്ങളുടെ നിൽക്കണമെന്നൊക്കെ പറയപ്പോ ഞാൻ പറഞ്ഞു, ഒന്ന് ഞാൻ തുറന്നു പറയാം, എനിക്ക് ഈ എഗ്രിമെന്റ് വേണമെന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് പറയുകയാണ് അവർ 2-3 ആഴ്ച കഴിയുമ്പോൾ പോകുക ഈ പരിപാടിക്ക്. അപ്പൊ അതിനു മുമ്പ് ഒരു പടം തുടങ്ങണം. ആ സത്യത്തിൽ അതിന് കഥയൊന്നുമില്ല, പറഞ്ഞ മനസ്സിലായോ? അപ്പോ തിലകൻ ചേട്ടൻ അന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇഷ്യൂ ഒക്കെ പുള്ളി കേട്ടിട്ട് പറഞ്ഞു, അത് ഞാൻ അല്ല അസൽ ഐഡിയ, അത് നീ അത് ചെയ്യണം പിന്നെയാന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എന്റെ ഷാജഹാൻ സർ, ഞാൻ ഈ സത്യം എന്ന് പറയുന്ന ഒരു പടം അതിനൊരു കഥ പെട്ടെന്നുണ്ടാക്കി. സത്യത്തിൽ അതിന് സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാതെ ഷൂട്ട് ചെയ്ത് ലൊക്കേഷന് വെച്ച സ്ക്രിപ്റ്റ് എഴുതി. സത്യം ഞാൻ തുറന്നു പറയാം, അത് ഇവരാണല്ലോ സിനിമയുടെ എന്താ പറയാ നമ്മള് അന്നത്തെ കാരണവന്മാര്, അവര് തന്നെ പറഞ്ഞിട്ടാകുമ്പോ എനിക്ക് തെറ്റൊന്നും ഇല്ലല്ലോ. അങ്ങനെ അല്ലാതെ ഈ സ്ക്രിപ്റ്റ് ഇല്ലാതെ ഷൂട്ടിങ് തുടങ്ങിയ ഇല്ല. ഒരു കഥയുണ്ടാക്കി ആന്റോ ജോസഫ് ആയിരുന്നു അദ്ദേഹം, ഒരു പ്രൊഡ്യൂസറെയും കൊണ്ടുവന്നു, പിന്നെ നമ്മുടെ വൈശാഖ രാജൻ ഗൾഫിലുള്ള. അപ്പൊ അങ്ങനെ വന്നു. ഞാനത് അതായത് നമ്മൾ ഒരു 4-5 മാസം കൊണ്ടൊക്കെ ആലോചിച്ചുണ്ടാക്കുന്ന ഒരു കഥ എന്ന് പറയുന്നത് ഞാൻ ഒരു 10-15 ദിവസത്തേക്കകത്ത് ഉണ്ടാക്കി ആ 1 ലൈനും വെച്ചിട്ട് ഞാൻ ഷൂട്ടിങ് തുടങ്ങി. അതായത് നമ്മൾ ലോങ് ഷോട്ട് എടുക്കുമ്പോൾ ക്ലോസ് ഷോട്ടിന്റെ ഡയലോഗ് എഴുതുന്ന ഒരവസ്ഥയിൽ ടെൻഷൻ എടുത്തെടുത്ത പടമാണ് സത്യം. കാരണം അതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ഒരു പൊളിറ്റിക്കൽ ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇവര് പോകുന്നതിന് മുമ്പ് ആ പടം ഷൂട്ടിങ് അഭിനയിച്ചവര് അല്ല ആ സമരം പൊളിക്കണമെന്നും അഭിനയിക്കാനായിട്ട് ഞാനിത് പൃഥ്വിരാജിന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചപ്പോ പൃഥ്വിരാജ് പറഞ്ഞു, സാർ എനിക്ക് ഈ എഗ്രിമെന്റ് വേണം, ആ നിലപാടാണ്, അതുകൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. തിലകൻ ചേട്ടൻ ഉണ്ടായിരുന്നു അന്ന് എന്റെ കൂടെ, ലാലു അലക്സ്, ബാബുരാജ്, ഇതിനോട് യോജിക്കുന്ന കുറച്ച് പേരുന്നു. ബാബുരാജൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ തമിഴിൽ നിന്ന് കൊണ്ടുവന്നു. ആനന്ദരാജ് തമിഴിൽ വിനയനുള്ള സ്വാധീനം വെച്ചിട്ട് പിന്നെ മലയാളത്തിൽ ആദ്യമായിട്ടൊരു നടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പ്രിയാമണി എന്ന് പറയുന്ന നടി. വലിയ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആ പടത്തിലാണ്. അങ്ങനെ ഈ സത്യം സ്റ്റാർട്ട് ചെയ്തോടുകൂടി ഇവരുടെ ആ ഒരു സ്ട്രൈക്ക് പൊളിഞ്ഞു. അപ്പം വേറെ ചെറിയ ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞത് ഇവിടെ നിങ്ങൾ പടം നടക്കത്തില്ലെന്ന് പറഞ്ഞ് പടം തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞ് ആ ഇഷ്യൂവിൽ സത്യത്തിൽ അതോടുകൂടി എഗ്രിമെന്റ് പ്രാവർത്തികമായി എഗ്രിമെന്റ് വെച്ചു എന്ന് മാത്രമല്ല ഈ സ്ട്രൈക്ക് അതോടുകൂടി പൊളിഞ്ഞോടുകൂടി ഇവരുടെ അമേരിക്കൻ പോക്ക് നടന്നില്ല. എന്നിട്ട് അത് അന്നുണ്ടാക്കിയ എഗ്രിമെന്റ് ആണ്. ചെറിയ മാറ്റങ്ങളൊക്കെ പിന്നെ വരുത്തി ഇന്നും തുടരുന്നതായ എഗ്രിമെന്റ് ആണ്. അതിപ്പോഴും തുടരുന്നുണ്ടോ? ആ എഗ്രിമെന്റ് ആണല്ലോ. ആ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്തു എന്നൊക്കെയുള്ള ഇഷ്യൂ ഒക്കെ പിന്നെ ഉണ്ടായി. നമ്മുടെ പുതിയ തലമുറയിലെ പല പിള്ളേർക്കും അറിയില്ല. ഇന്ന് അവരൊക്കെ പോയി ഡയറക്ടേഴ്സ് ഒക്കെ പോയി ഇടുന്ന പ്രൊഡ്യൂസേഴ്സുമായിട്ട് ഇടുന്ന എഗ്രിമെന്റ് തുടങ്ങിയതിൽ ഇത്രയും വലിയൊരു അന്ന് രക്തസാക്ഷിയായ ആ ഒരു ദേഷ്യം എന്നോടുണ്ടായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ അവര് പിന്നീട് ഈ എഗ്രിമെന്റിൽ വെള്ളം ചേർക്കാണ് പിന്നീട് ചെയ്തത്. പക്ഷെ എഗ്രിമെന്റ് ആയിട്ടുണ്ടായി. എഗ്രിമെന്റ് ഉണ്ടായി. മിനിമം എഗ്രിമെന്റ് ഇടണമെന്നുള്ള അന്ന് ഞാൻ പറയാൻ കഴിയുമെന്നറിയാം. ഇപ്പൊ ഞാൻ മോഹൻലാലുമായിട്ട് അന്ന് നല്ല റിലേഷനിലായിരുന്നു ആ സമയത്ത്. എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ പറയുന്ന ഒരു കിംവദന്തിയുടെ പേരിലുണ്ടായിരുന്ന അകൽച്ചയൊക്കെ മാറി ഞാനും ലാലുമായിട്ടൊരു പടം ചെയ്യാനുള്ള ഒരു ധാരണ കൂടി അന്ന് ഈ 2004 നിൽക്കുന്ന ഒരു ടൈമാണത് മോഹൻലാലുമായിട്ട്. നമ്മൾ ആ വിഷയം പറഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തത്. പറഞ്ഞ മനസ്സിലായോ? അപ്പോ ഇന്ന് ഞാൻ ഓർക്കുന്നു, എനിക്കൊരു കോള് വന്നു ജഗദീഷ് പറഞ്ഞു ഞാനൊരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു. ഫോൺ കൊടുക്കുമ്പോൾ എടുത്ത ലാല. എനിക്ക് സർപ്രൈസ് ആയിരുന്നു. മോഹൻലാല് എനിക്ക് സർപ്രൈസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു എന്താ ലാലെ എന്ന് ചോദിച്ചപ്പോൾ ലാല് പറഞ്ഞു അത് ചില ഇഷ്യൂസ് ഒക്കെ നടക്കുന്ന അറിയാലോ. അപ്പം ഇന്ന് ഗോകുലം പാർക്കിൽ വെച്ചിട്ടൊരു ചെറിയ മീറ്റിംഗ് ഉണ്ട്, സമ്മേളനം ഉണ്ട്, അവിടെ വിനയം കൂടി വരണം. കാരണം നമുക്ക് ചില തീരുമാനങ്ങൾ അക്കാര്യത്തിൽ എടുക്കണം. ഞാൻ പറഞ്ഞ ലാലെ
തുറന്നു പറഞ്ഞാൽ ഒരു ഒരു ഞാൻ ഈ എഗ്രിമെന്റ് വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അപ്പം മുഴുവൻ സംവിധായകരും ഏതാണ്ട് 99% സംവിധായകരും ഇവരുടെ താരങ്ങളുടെ കൂടെ ആയിരുന്നത് നിന്നിരുന്നത്. മനസ്സിലായോ? അതെനിക്ക് തോന്നുന്നു താരങ്ങളുടെ ഡേറ്റും അവരുമായിട്ടുള്ള സൗഹൃദമൊക്കെയാണ് ആയിരിക്കുക. അപ്പൊ ഞാന് പറഞ്ഞാലേ ഞാൻ അഭിപ്രായം എന്ന് മാത്രമല്ല ആ സെയിം ഡേ ആണിത്. ഇന്ന് രാവിലെ ഇവിടെ സിയാദ് കോക്കറും ഈ സാഗാപ്പച്ചനും ഒക്കെ കൂടി വന്നിട്ട് ഈ ഒരു അതിന് അവരുടെ കൂടെ നിൽക്കണമെന്നുള്ള അഭിപ്രായം പറഞ്ഞ് ഞാൻ കൈ കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ചിരിച്ചിട്ട് പറഞ്ഞു പുള്ളിയുടെ സഹോദരൻ അത് കുഴപ്പമൊന്നുമില്ല, അത് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഫോണും വെച്ചു. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ വീണ്ടും ലാലുവായിട്ട് എനിക്ക് അല്ലേ ഞങ്ങളൊരു പടം അന്ന് എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ജഗദീഷ് പറഞ്ഞു എന്ത് പണിയാ നിങ്ങൾ കാണി. ഞാൻ പറഞ്ഞു ജഗദീഷ് എന്ത് ചെയ്യാനാ, കുരുത്തക്കേടെ വരത്തുള്ളല്ലോ. പക്ഷെ നമുക്ക് ചില നയങ്ങളും നമുക്ക് ചില നിലപാടുകളും ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞത് പോയി. അതിനുശേഷമാണ് ഈ 2007 തോന്നുന്നു. അല്ല അന്നങ്ങനെ പോയിരുന്നെങ്കിൽ ഈ അഗ്രിമെന്റിൽ വെള്ളം ചേർക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ എന്റെ സിനിമയിൽ മോഹൻലാൽ അഭിനയിക്കുകയും ചെയ്യുമായിരുന്നു. അതെ ഈ എഗ്രിമെന്റ് വരില്ലായിരുന്നു. നമ്മുടെ ഈ സാട്ട കച്ചവടം കണക്ക് കാശ് കൊടുക്കുക എഗ്രിമെന്റ് പക്ഷേ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോ അവിടെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിന്നത്. ശരി. എന്നിട്ട് 2007 പക്ഷേ മോഹൻലാല് ഞാനൊരു പടം അന്ന് 100 വട്ടം നടന്നേനെ. അപ്പൊ വീണ്ടും അപ്പൊ എന്നോട് പറയുകയും ചെയ്തു കണ്ട വീണ്ടും പ്രശ്നമായി. നാനാ മോഹൻ ആയിരുന്നു ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, നാനാ മോഹൻ പഴയ ആള് നാനയിലുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടുചേരലിന് പൊള്ളാച്ചി വന്നിട്ട് സംസാരിച്ചപ്പോ. അപ്പൊ നാനാമോഹൻ എന്തൊക്കെ പറഞ്ഞു, വീണ്ടും അത് കുളവാക്കിയില്ലേ? ഞാൻ പറഞ്ഞു കുളവാക്കിയതല്ല സുഹൃത്തേ, ഈ എഗ്രിമെന്റ് വേണോ വേണ്ടയോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ എഗ്രിമെന്റ് വേണം കേട്ടോ എന്ന് എല്ലാരും പതുക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എഗ്രിമെന്റ് വേണമെന്നാണ്. പിന്നെ 2007 ആയപ്പോ ആ സമയത്ത് ഞാന് മാക്ട എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയുടെ ചെയർമാൻ ആയിരുന്നു. അതുപോലെ തന്നെ മലയാളത്തിൽ ആദ്യമായിട്ട് മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ട്രേഡ് യൂണിയൻ വന്നാലും ഇവിടെ നമുക്ക് ട്രേഡ് യൂണിയൻ ഇല്ലായിരുന്നു. കാരണം ഞാനൊരിക്കൽ പിന്നെ മദ്രാസിൽ വെച്ചാണ് ഞാൻ കാശി പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് എന്നെ അവിടുത്തെ ഡയറക്ടേഴ്സുകാരും ഒക്കെ വിളിച്ചിട്ട് ഒരു ഫംഗ്ഷന് കൊണ്ടുപോയി. ഞാൻ അവിടുത്തെ അസോസിയേഷൻ മെമ്പറായിരുന്നു. കൊണ്ടുപോയപ്പോൾ അവിടെ വെച്ചിട്ട് ഈ തൊഴിലാളികൾക്ക് വീട് വെക്കാനുള്ള പൈസ, പിള്ളേർക്ക് പഠിക്കാൻ സ്കോളർഷിപ്പിനുള്ള പൈസ, അത് കണക്ക് എന്തോ കിഡ്നി മാറ്റി വെക്കുന്ന അസുഖമുള്ളവർക്ക് അങ്ങനെയൊക്കെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഒരു ഫണ്ട് കൊടുക്കുന്ന ഒരു ഫംഗ്ഷനിലായിരുന്നു ഞാൻ പോയത്. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു ഇതൊന്നും ഞങ്ങളുടെ നാട്ടിലില്ലല്ലോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ പറഞ്ഞു അത് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണിത്. പറഞ്ഞ മനസ്സിലായോ? ഓരോ പടം സെൻസർ ചെയ്യുമ്പോൾ മാറ്റി വെക്കുന്ന ഒരു വെൽഫെയർ ഫണ്ടാണ്. പക്ഷെ അതിന് ട്രേഡ് യൂണിയന്റെ കാർഡ് വേണം. നമ്മുടെ നാട്ടിലൊരു നിയമം അതാണല്ലോ, ചുമ്മാ കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്കുള്ളത് അവിടെ ഒരു ക്ലബ്ബാണ്, മൈക്ട എന്ന് പറയുന്ന സാംസ്കാരിക ക്ലബ്ബാണ്. ട്രേഡ് യൂണിയൻ ഉണ്ടായാലേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് അന്ന് ഈ മൈക്ടയില് ക്ലബില് ഇതിനു വേണ്ടി ബഹളമൊക്കെ വെച്ചു. പക്ഷെ അന്ന് നടന്നില്ല. അങ്ങനെ 2006 അവസാനമായപ്പോഴത്തേക്ക് ഒത്തിരി പേര് എതിർത്തെങ്കിലും ഞങ്ങൾ കുറച്ചു പേരുടെ നമ്മുടെ ജോൺ ബോളേട്ടൻ, നമ്മുടെ ഡയറക്ടർ മോഹൻ, അങ്ങനെ കുറച്ച് പേരൊക്കെ നിന്നുള്ള അതിന്റെ കൂടെ ശക്തമായിട്ട് അങ്ങനെ ഒരു താങ്കളുടെ ഈ CPI ബന്ധം സുഹൃത്തെ 10 വർഷം മുമ്പാണ്. 2010 അത് വന്നത്. ഞാൻ യഥാർത്ഥത്തില് പിന്നെ CPM അമ്പലപ്പുഴ ഏരിയ DYFIയുടെ പ്രസിഡന്റ് ആയിരുന്നു. 10 വർഷം CPMന്റെ പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ കയറിയപ്പം വർക്കേഴ്സ് അസോസിയേഷന്റെ ജില്ലാ അന്നത്തെ ബാലകൃഷ്ണ സാറും ഒക്കെ ആയിട്ട് സമരമൊക്കെ ഉള്ളപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൊണ്ടല്ല നീ ഫൈറ്റ് ചെയ്തത്. 2007 ഇവിടെ വന്നിട്ട് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി. അങ്ങനെ ഇവിടെ പറഞ്ഞിട്ട് ട്രേഡ് യൂണിയൻ ഞങ്ങൾക്ക് അങ്ങനെയാണ് മാക്ട ഫെഡറേഷൻ ഫോം ചെയ്യുന്നത്. അതിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ഞാനും പ്രസിഡന്റ് ഹരിഹരൻ സാറും ആയിരുന്നു. പറഞ്ഞ മനസ്സിലായോ? അപ്പോ അത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളത് ഫോം ചെയ്തത്. എന്നിട്ട് അന്ന് ആ സമയത്ത് തന്നെ ഞാൻ ഇതിന്റെ ചെയർമാൻ ആയിരിക്കുന്ന സമയത്താണ് ഇതിന്റെ ഫോർമേഷനും ഏതിന്റെ മാക്ട എന്ന് പറയുന്നതിന്റെ ചെയർമാനും ആയിരിക്കും. ഈ 2 പൊസിഷനും ഒരുമിച്ചുണ്ടായിരുന്നു. അതിനകത്ത് ഏതൊക്കെ വിഭാഗങ്ങളായിരുന്നു? അല്ല, എന്നിട്ട് അങ്ങനെ അത് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇന്നത്തെ അതിന്റെ സെയിം ബയലോ ആണ് ഇപ്പോഴത്തെ ഫെഫ്ക. മാക്ട ഫെഡറേഷൻ ഉള്ളൂ. അതേ ബയലോ ഞാനുണ്ടാക്കിയ അതേ ബയലോയാണ് അത്. മദ്രാസിലും ഒക്കെ ഉള്ള ബയലോയാണ് 18 യൂണിയനുകളുടെ. പക്ഷെ ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയത്
ആദ്യം പ്രിഫറൻസ് കൊടുത്തു തന്നെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ യൂണിയനാണ്. ഞങ്ങൾ വർക്കേഴ്സിന്റെ തലത്തിലോട്ടായിരുന്നു പോയിരുന്നത്. മനസ്സിലായോ? ഞാൻ പ്രസിഡന്റ് ആയതിനു സെക്രട്ടറി ആയതിനു ശേഷം ആദ്യം അവിടെ ഒരു ഇതിലോട്ട് വന്നിട്ട് ഞാൻ അതിലോട്ട് വരാം. അതായത് ഈ 2007 അന്ന് സിനിമ ഭയങ്കര സ്റ്റാർഡം, സൂപ്പർ സ്റ്റാറുകളുടെ ഒരു കയ്യിൽ മാത്രം സിനിമ അത് തന്നെ ചെറിയ സിനിമകൾ വരുന്നില്ല. ഈ ചെറിയ നിർമ്മാതാക്കൾക്കൊന്നും സിനിമ ചെയ്യാൻ പറ്റുന്നില്ല. പുതുമുഖങ്ങൾ മുന്നോട്ട് വരുന്നില്ല. ഇപ്പോഴല്ലേ അതിനുശേഷം 4-5 വർഷമല്ലേ ഈ വേലിയേറ്റം ഉണ്ടായി. മനസ്സിലായി? അങ്ങനെ സിനിമ ഫോറം എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി ഞങ്ങളെല്ലാരും. ഞാൻ ചെയർമാനായിട്ട്, ഈ സാഗാ അപ്പച്ചൻ അതിന്റെ ഫിനാൻസ് കൺവീനറായിട്ട്, ഈ പറയുന്ന എല്ലാരും ഉണ്ടായിരുന്നു. ഈ നമ്മുടെ സുരേഷ് കുമാർ ഒക്കെ അതിന്റെ കമ്മിറ്റി മെമ്പർ ആയിരുന്നു തോന്നുന്നു. സാബു ചെറിയാൻ എന്ന് പറയുന്ന അന്നത്തെ ഫിലിം ചേംബറിന്റെ അദ്ദേഹം പിന്നെ KSF ഡിസ്ട്രിക്ട് ചെയർമാനൊക്കെ ആയിരിക്കും സാബു ചെറിയാൻ. ഇവരൊക്കെ കൂടെ ഉണ്ടായി കമ്മിറ്റി ഉണ്ടാക്കി. എന്നിട്ട് പുതിയ 1.5 കോടി രൂപയുടെ പടങ്ങൾ അന്ന് തിയേറ്ററുകാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഈ സൂപ്പർ സ്റ്റാറുകൾ അവരുടെ പിന്നെ പ്രശസ്തിയുടെ പരകോടിന് നിൽക്കുമ്പോൾ അവരുടെ നട്ടലൊടിക്കുന്ന തീരുമാനമായിരുന്നു ഇതൊക്കെ നടത്താം. ഇല്ല, നട്ടലൊടിക്കുന്നതല്ല, ചെറിയ ആൾക്കാർ വരട്ടെ. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ദിലീപിനെയും ഒന്നും അതുകൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവരതിന്റെ ഒക്കെ മേളിലല്ലേ ഇന്നും. അതെ, ഇപ്പൊ എത്രയോ ഞങ്ങളന്ന് അപ്പൊ ഈ തിയേറ്ററുകാർ പറഞ്ഞു അവര് അതിന്റെ 75 lakhs അവര് തരും, 50% അവര് തരും. അതൊരു ഭയങ്കര വിപ്ലവകരമായ തീരുമാനമായിരുന്നത്. അറിയോ? അന്ന് തിയേറ്ററുകാരുടെ നിന്ന് അഡ്വാൻസ് മേടിച്ചിട്ടാണ് നമ്മൾ സിനിമ റിലീസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം അവര് പറഞ്ഞു 50% ഞങ്ങൾ തരാം, 50% ബാക്കി ഉണ്ടാക്കിയാൽ മതി എന്ന്. മാത്രമല്ല അന്നൊരു തീരുമാനം എടുത്തു, ഈ ചെറിയ പടം റിലീസ് ചെയ്യുന്ന ആ 2 weeks സൂപ്പർ സ്റ്റാർ പടം റിലീസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതിനെന്തായാലും ഒരു മിനിമം കളക്ഷൻ കിട്ടും എന്നൊരു തീരുമാനം എടുത്തു. പക്ഷേ അത് എല്ലാവരും കൈയടിച്ചു, ഈ പറഞ്ഞവരെല്ലാം. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള, ഞാൻ തുറന്നു പറയാം, ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില പ്രൊഡ്യൂസേഴ്സ് അവര് എന്ന് ഇവരോട് ചുമ്മാതെ പറഞ്ഞ് കേൾപ്പിച്ചു. ഇത് വിനയന് 2004 എഗ്രിമെന്റിന് വേണ്ടി വിനയൻ ഫൈറ്റ് ചെയ്തതൊക്കെ എന്നെ ഇപ്പൊ നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ട് സത്യത്തിൽ സൂപ്പർ സ്റ്റാറുകൾക്കെതിരായിട്ടാണെന്നുള്ളത് സ്ഥാനം വരുത്തി. ഇതിന്റെ അടുത്ത യോഗത്തിൽ ഞാനും സാഗപ്പച്ചനും മാത്രമേ ഉള്ളൂ. ജോൺ ബേളേട്ടൻ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് നോക്കാനായിട്ട്. ബാക്കി ആരും വരുന്നില്ല. അപ്പൊ അവിടുന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് സാബു ചെറിയാൻ ഒരു വലിയ കത്തിപ്പോയി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സാബു ചെറിയാൻ പറഞ്ഞു, ഇത് മാക്ടാ ഫെഡറേഷൻ എന്നുള്ള ട്രേഡ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന വിനയനല്ല ഇങ്ങനെയൊക്കെയുള്ള തീരുമാനം എടുക്കേണ്ടത്, കാശ് മുടക്കുന്ന നിർമ്മാതാക്കളാണ്, ഇത് സിനിമയെ നശിപ്പിക്കാനാണെന്നൊക്കെ പറഞ്ഞ് ഈ സാബു ചെറിയ ഒരു കത്തൊക്കെ ഇറക്കിയിട്ട് ഒരു സിനിമ ഫോറം അതോടുകൂടി പൊളിഞ്ഞു. മനസ്സിലായോ? അപ്പൊ സെക്കൻഡ് ഇൻസിഡന്റ് ആണ്. തേർഡ് ഇൻസിഡന്റ് ആണ് ഈ പറയുന്ന 2008 ദിലീപ് എന്ന് പറയുന്ന നടൻ 40 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് എഗ്രിമെന്റ് ഇട്ടെന്നും ഉള്ളാട്ടിൽ 2 വർഷമായിട്ട് നടത്തുകയാണെന്നും ഒക്കെ പറഞ്ഞ അദ്ദേഹം ഉണ്ടെന്നും ഈ പറഞ്ഞ കണക്ക് ഞാൻ അന്നും ഒരു തമിഴ് പടത്തിന്റെ ഊമപ്പെണ്ണിനുരിയാട പടൈപ്പയ്യൻ എന്ന് പറയുന്ന പടത്തിന്റെ റീമേക്ക് പൊള്ളാച്ചി നടക്കുന്ന സമയത്താണ് എന്നെ വിളിച്ചിട്ട് നമ്മുടെ കെ മധു, നമ്മുടെ മരിച്ചുപോയ ഹരികുമാർ, ഇങ്ങനെയുള്ളവർ വിളിച്ചിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങളൊക്കെ ഇല്ലേ അവിടെ, നിങ്ങൾ സംസാരിക്കുക ദിലീപിന്റെ അടുത്ത്, അത് ശരിയല്ല. അപ്പൊ തുളസീദാസിന്റെ അവസ്ഥ ഭയങ്കര മോശമാണ്, അയാളെ ചുമ്മാ കളിയാക്കുന്നു. ഞാൻ പറഞ്ഞു അതുപോലെ അതല്ല, വിനയൻ സംസാരിക്കും. ഞാൻ അങ്ങനെ ഇന്നസെന്റിനെ വിളിച്ചു, ഇന്നസെന്റ് ആ എഗ്രിമെന്റ് എനിക്ക് അയച്ചെന്ന് ഞാൻ കണ്ടതാണ്. അതിനകത്ത് പിന്നെ ഡയറക്ടർ തുളസീദാസ് ആണെന്നും പ്രൊഡ്യൂസർ ഉള്ളാട്ടിൽ ഫിലിംസ് ആണെന്നും നായകൻ ദിലീപ് ആണെന്നും ദിലീപിന്റെ അന്നത്തെ ടോട്ടൽ എമൗണ്ട് ആയ 40 lakhs അഡ്വാൻസ് മുഴുവനായിട്ട് ഒരുമിച്ച് കൊടുക്കുന്നെന്നും 6 മാസത്തിനകം പടം തുടങ്ങുന്നെന്നും എഴുതി വെച്ച AR കണ്ണൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോൾ, അദ്ദേഹം തിരുവനന്തപുരത്താണ്, അദ്ദേഹം സിനിമയിലൊക്കെ ഉള്ള ആളാ ഇവരൊക്കെ. ഇവര് പിന്നെ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇതൊരു എഗ്രിമെന്റ് ആണത്, അതുകൊണ്ട് അത് നടപ്പാക്കാതിരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. അത് ശരിയല്ല. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ ദിലീപിനോടൊന്ന് സംസാരിക്കാം. ദിലീപിനോട് സംസാരിച്ചിട്ട് അല്ല, ഇന്നസെന്റ് ചേട്ടൻ, അതെ, അമ്മയുടെ പ്രസിഡന്റ് തുളസീദാസ്, അന്ന് തുളസീദാസിന്റെ ഈ സങ്കടം നിവർത്തിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണ്. അത്രേ ഉള്ളൂ.
സംസാരിച്ചു. അപ്പൊ ഇന്നസെന്റ് ചേട്ടൻ പറഞ്ഞു, വിനയ ഞാൻ അവനോട് സംസാരിക്കാം ദിലീപിനോട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഈ ഊമപ്പെണ്ണിന്റെ ഇഷ്യൂവില് ജയസൂര്യയെ കൊണ്ടുവന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ മനപ്രയാസം ഉണ്ടെന്ന് എന്നോട് തോന്നുന്നു, അതുകൊണ്ട് ചേട്ടൻ സംസാരിക്കുന്നു ഞാൻ പറഞ്ഞു. അപ്പൊ എന്നെ വിളിച്ചിട്ട് പിടിച്ചു പറഞ്ഞാൽ ഇല്ല വിനയ, അത് അവന്റെ ജീവൻ പോയാലും അവൻ ആ പടത്തിൽ അഭിനയിക്കത്തില്ലെന്നാ പറയുന്നത്. അങ്ങനെ പുള്ളി ഫോൺ വെച്ചു. ഞാൻ തുളസിദാസിന്റെ സിനിമയിൽ തിലകൻ ചേട്ടൻ അഭിനയിച്ചതിന്റെ ആണോ? അതുകൊണ്ടാണോ? അല്ലല്ല, ആ ഇഷ്യൂ ഒന്നുമല്ല. അതല്ല, അത് അതാ പറഞ്ഞത് ഭയങ്കര ന്യായമല്ലാത്ത ഒരു കാര്യമാണ് ദിലീപ് പറഞ്ഞത്. കാരണം ഒന്നുമല്ല, ഈ പടത്തിൽ എഗ്രിമെന്റ് ഇട്ട ശേഷം മോഹൻലാലിനെ വെച്ചെന്തോ ഒരു പടം ചെയ്തു തുളസിദാസ്, കോളേജ് കുമാരൻ. ആ പടം ഓടിയില്ല. അപ്പൊ ദിലീപിന് ഭയങ്കര സ്റ്റാർവാലിയുള്ള സമയം. ആ പടം ഓടാത്തതുകൊണ്ട് ദിലീപ് പറഞ്ഞു ഞാൻ ചെയ്യാം, ഡയറക്ടറെ മാറ്റണം. അതൊരു പ്രൊഫഷണൽ എത്തിക്സ് അല്ല. ഞാനപ്പോ ദിലീപിനോട് സംസാരിച്ചു, ഞങ്ങൾ തമ്മിൽ ചെറിയ ഇതായപ്പോ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ദിലീപിന്റെ എത്രയോ പടം പൊട്ടിപ്പോണു, തന്നെ വരണമെന്ന് എനിക്ക് ഫീൽ ചെയ്യുമെന്ന് ചോദിച്ചു. അത് ശരിയല്ല അനിയാന്ന് പറഞ്ഞു. പക്ഷെ അത് വലിയ പ്രശ്നമായി. ആ പ്രശ്നമായിട്ട് പ്രോബ്ലമായി. ഞാൻ എന്ത് ചെയ്തു, എന്റെ കൈവിട്ടു പോയി. കാരണം അത് നിസ്സാര കാര്യമായിട്ട് വന്നിട്ട് ഇവരെല്ലാം കൂടി നടക്കത്തില്ല. അപ്പം നമുക്കും ഒരു വാശിയാവില്ല. ഞാൻ അതിന്റെ ജനറൽ സെക്രട്ടറി അസോസിയേഷൻ. ഞാൻ അവിടെ ഷൂട്ടിങ് പാക്കിയിട്ട് ഞാനിവിടെ വന്ന് പിന്നെ BTHല് ഒരു 10,000 പേര് കൂടുന്ന മാക്ടയുടെ ഒരു ജനറൽ ബോഡി വിളിച്ചു. ആ ജനറൽ ബോഡിയിൽ വെച്ച് തീരുമാനം എടുത്തു. പിന്നെ ഈ പറയുന്ന തുളസിദാസിന്റെ ഇഷ്യൂ, തുളസിദാസാണ് മുഴുവൻ സ്റ്റേജിൽ കയറി വിശദീകരിച്ചത്. കാരണം ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് പോലും എനിക്ക് മേടിക്കാൻ ഈ ദിലീപ് സമ്മതിക്കത്തില്ല, അത് അദ്ദേഹത്തോട് ചോദിക്കണമെന്നാണ് പറയുന്നത്. 2.5 വർഷമായി എന്നെ പുറകെ നടത്തുക ഓരോ സെറ്റിലായിട്ട്. എനിക്ക് ചെന്നാൽ എന്നെ സീറ്റ് പോലും എനിക്ക് ചിലപ്പോൾ തരത്തില്ല, എന്നെ അപഹസിക്കുകയാണ്. നിങ്ങൾ ഞാനൊരു സീനിയർ ഡയറക്ടറല്ലേ, എന്നോട് അതിന് ചാൻസ് ചോദിച്ചിട്ടുള്ളതാണ് ദിലീപ്. അങ്ങനെയൊക്കെ പുള്ളി ഭയങ്കര ഫീൽ ചെയ്ത് സംസാരിച്ചു. ആ യോഗത്തിൽ വെച്ചിട്ട് അതായത് ഡേറ്റ് കൊടുക്കാതെ ഇയാളെ ഇട്ട് വട്ടം കറക്കുന്ന ഒരവസ്ഥ. മനസ്സിലായോ? അപ്പം കർശനമായിട്ട് പറഞ്ഞു, ഞങ്ങളെടുത്ത തീരുമാനം 3 പിന്നെ മാസത്തിനകം ദിലീപ് ഇതിനകത്തൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ നടപടിയിലോട്ട്. കാരണം ആലോചിക്കേണ്ടി അല്ലാതെ നമ്മൾ വിലക്കും ഒന്നും പ്രഖ്യാപിച്ചില്ല. 3 വർഷത്തിനകം ദിലീപ് തുളസിയോട് സംസാരിച്ച് തുളസി ഓക്കെ എനിക്ക് 3 മാസത്തിനുള്ളിൽ പറഞ്ഞു. അന്നൊരു പിന്നെ അന്ന് നമ്മുടെ വളരെ ചുരുക്കം ആൾക്കാരൊക്കെയാണ് ആ യോഗത്തില് 1, 2, 3 പേരേ ഉള്ളൂ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്താ സംസാരിച്ചത്. അന്ന് എനിക്ക് എന്റെ സുഹൃത്തായിരുന്ന അതിന്റെ ഒരു ഡയറക്ടർ, നമ്മുടെ അന്തരിച്ച സിദ്ദിഖ്, എന്താ അദ്ദേഹം ബോഡി ഗാർഡ് എന്നൊരു പടം ചെയ്യാൻ അപ്പം പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു, അങ്ങനെ താരങ്ങള് അവരഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്ര ശക്തമായ തീരുമാനം എടുക്കണം. അപ്പൊ ഇദ്ദേഹം നെക്സ്റ്റ് മന്തിൽ തുടങ്ങാനിരിക്കുക ബോഡി ഗാർഡ് ദിലീപിനെ. അപ്പൊ ഞാനീ പറയുന്നത്, എനിക്ക് വേണമെങ്കിൽ അതൊന്നും പറയാതെ ഈ സബ്ജക്ട് പറയായിരുന്നു. ഞാൻ നടന്ന കാര്യം മുഴുവൻ പറയുകയാണ് താങ്കൾ. പറഞ്ഞു മനസ്സിലായോ? അപ്പം അന്ന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പം ഇയാള് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇപ്പം തുളസിദാസ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടല്ലോ, ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലും വെക്കണമെങ്കിൽ അയാളോട് ചോദിക്കണം. ഇയാളെ ഭയങ്കരമായിട്ട് പിന്നെ ചെയ്യുന്നു, അപഹസിക്കുന്നു, ഇങ്ങനെയൊക്കെ കരഞ്ഞ കേട്ടില്ലേ. അതല്ല, അല്ല എന്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞു, ഈ സ്റ്റാർഡം ഇങ്ങനെ മുന്നോട്ട് പോയാല്, ഇത് ഞാൻ പറഞ്ഞു, ഈ ഒരു വാക്കിലാണ് അവർ പിടിച്ചത്, ഈ സ്റ്റാർഡം ഇങ്ങനെ മുന്നോട്ട് പോയാല് ഒരു ഡേറ്റ് കിട്ടണമെങ്കിൽ വീട്ടിലിരിക്കുന്നവരെ കൊണ്ട് കാണിച്ചാലേ ഡേറ്റ് തരത്തുണ്ടെന്ന് ഇവർ പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലായോ? ചോദിച്ചതാണ്. അപ്പോ അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ എല്ലാരും കൂടി കൈയടിച്ച് 3 മാസത്തിനകത്തേക്കുള്ള ഇയാൾ തീരുമാനം എടുക്കണമെന്നുള്ളിടത്തേക്ക് പിരിഞ്ഞു. പറഞ്ഞ മനസ്സിലായോ?